എല്ലാവർക്കും സ്നേഹവന്ദനം. ഒരാഴ്ചത്തെ മിഷൻ ട്രിപ്പുമായിട്ട് ടൗൺസ്വിൽ എന്ന സ്ഥലത്ത്, ഓസ്ട്രേലിയയിലുള്ള ടൗൺസ്വില്ലിൽ വന്ന് പ്രവർത്തിക്കുവാൻ കരുണയുള്ള ദൈവം സഹായിച്ചു. ഈ ദേശത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് കേൾക്കുവാനിടയായി. ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ ഈ ദേശത്ത് നടക്കുന്ന പ്രവർത്തനങ്ങൾ കാണുവാനും ദൈവത്തെ സ്തുതിപ്പാനും ഇടയായത്. ടൗൺസ്വിൽ പ്രകൃതി മനോഹരമായൊരു സ്ഥലമാണ്. കേരളത്തെ പോലെയൊക്കെ എന്ന് പറയാം. ഇടുക്കി, വയനാട് ആ പ്രദേശങ്ങളിലൊക്കെ പ്രകൃതി സൗന്ദര്യം ഇവിടെ കാണാം. അവിടെയൊക്കെ ലഭിക്കുന്ന പല ആഹാര വസ്തുക്കളും, അതായത് ചക്ക, മാങ്ങ, തേങ്ങ. ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം കടൽപ്പുറത്ത് പോയി തെങ്ങിൽ നിന്ന് വീണ് കിടക്കുക, ആർക്കും തന്നെ വേണ്ട. കുറേ ഞങ്ങൾ പെറുക്കിക്കൊണ്ടുവന്നു സഹോദരന്മാരൊക്കെ ആയിട്ട്. വളരെ സന്തോഷമായ ഒരു ആത്മീയ അന്തരീക്ഷവും സ്നേഹവും സഹകരണവും എല്ലാം കാണുവാനിടയായി. അതിലൊക്കെ ഉപരിയായി പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെ അംഗീകരിക്കുന്ന, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിൽ വിശ്വസിക്കുന്ന ഒരു നല്ല കൂട്ടം ദൈവമക്കൾ ടൗൺസ്വില്ലുണ്ട്. ദൈവം കൃപ നൽകിയ കുറേ ചെറുപ്പക്കാർ ഓടി നടന്ന് സ്നേഹിക്കാൻ, കരുതാൻ, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ചുമൽ കൊടുക്കാൻ, ദൈവസ്നേഹം പകർന്നു കൊടുക്കാൻ, സഹായിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ കൃപകൾ, ദൈവത്തിൻ്റെ അനുഗ്രഹം അവരുടെ ജീവിതത്തിൽ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ച് ആത്മാവിൻ്റെ ഫലം ജീവിതത്തിൽ ഉളവാക്കുന്ന കുറച്ച് ചെറുപ്പക്കാർ ഈ സ്ഥലത്ത് ഇമ്മാനുവേൽ ക്രിസ്ത്യൻ സെൻ്ററിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. ഇവിടെ ആരാധിക്കുന്നതും ഒരുമിച്ച് കൂട്ടായ്മ കൂടുന്നതും ദൈവമക്കൾക്ക് നന്മയായി ഭവിക്കും എന്ന് ഈ ദിവസങ്ങളിലെ പ്രവർത്തനങ്ങളും കൂട്ടായ്മയും എനിക്ക് മനസ്സിലാക്കി തരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിച്ചു. പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുള്ളവർ, ഒരുമിച്ച് നല്ലൊരു കൂട്ടായ്മ ആഗ്രഹിക്കുന്നവർ ടൗൺസ്വില്ലിലേക്ക് വന്നാൽ ഇമ്മാനുവേൽ ക്രിസ്ത്യൻ സെൻ്ററിലുള്ള സഹോദരങ്ങൾ കരുതാനും സ്നേഹിക്കാനും ദൈവത്തിൻ്റെ അനുഗ്രഹത്തിലേക്ക് കൈപിടിച്ച് നടത്തുവാനും കഴിവുള്ളവരാണെന്ന് ദൈവം പല വിഷയങ്ങളിലൂടെ എന്നെ ഓർമ്മപ്പെടുത്തി. പ്രാർത്ഥിക്കുകയാണ് ഈ ദേശത്ത് വലിയൊരു ഉണർവ് നടക്കുവാൻ, ഈ ദേശത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നു. ഇമ്മാനുവേൽ ക്രിസ്ത്യൻ ചർച്ചിലെ എല്ലാ സഹോദരന്മാർക്കും, സഹോദരിമാർക്കും, കുഞ്ഞുങ്ങൾക്കും യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം.